ജാസി പുതിയ കാറെടുത്തു. എന്നിട്ട് കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. ജാസിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ഓട്ടിക്കത്തൊന്നുമില്ല. പിന്നെ ആഷിക്ക് നല്ലതുപോലെ ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് ആഷി ഓട്ടിക്കും എന്നൊക്കെയാണ് പറഞ്ഞും കൊണ്ട് കാറൊക്കെ എടുത്തും കൊണ്ട് ആഷി ഓടിച്ച് പോണണ്ട് പുള്ളിക്കാരൻ അടുത്തിരിപ്പുണ്ട്. എനിക്ക് തോന്നണം മിക്കവാറും ആഷി കാറും കൊണ്ട് മുങ്ങുമെന്നാണ് തോന്നുന്നത്. ജാസിയുടെ കട്ടയും വെള്ളവും മുടങ്ങും, മിക്കവാറും പോവും ആഷി. എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, കാറും കൊണ്ട് മുങ്ങാൻ സാധ്യതയുണ്ട്. അത് പോട്ടെ. അപ്പോൾ ജാസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. പാലക്കാട് കുറെ ആൾക്കാർ പറഞ്ഞ ആഷിനെ വിടുന്നില്ല ആഷി അത് ക്ലിയർ ആക്കാം. ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആഷി. ഇവന്റെ ഇഷ്ടത്തിനാണ് ഇവന്റെ കൂടെ നിൽക്കുന്നത്. ഇവർക്ക് ഇവന്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്. പിന്നെ കുറെ ആൾക്കാർ ബേഡ്ക്കാം എന്റെ ഉമ്മാനെ കുറിച്ച് ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്റെ ഉമ്മ എനിക്ക് തന്നെ കുറെ സാധനങ്ങൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് അധികം വന്ന കമന്റ് ആഷിക്കും ഒരു ഉമ്മയുണ്ട്, ആഷി അവന്റെ ഉമ്മാനോട് സംസാരിക്കുന്നുണ്ട്. അത് അവരെ കാര്യമാണ്. എന്നോടാണ് ആഷിനും വെറുതെ പച്ച നുണ. ആഷിയുടെ ഉമ്മാരെടുത്ത് സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കൂല ജാസി വിടൂല. ഉമ്മായെ കാണാൻ വിടൂല, ഉമ്മാരെടുത്ത് സംസാരിക്കാൻ സമ്മതിക്കൂല. ജാസി ഒന്നിനും സമ്മതിക്കൂല. അപ്പോഴേ ആഷി അടിക്കും. ഇത് മീഡിയയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജാസി പറഞ്ഞു വയ്ക്കുന്ന കോലങ്ങളാണ്. ആ പാവം പേടിച്ചിട്ടങ്ങനെ നിപ്പുണ്ട്. ജാസി എന്ത് പറയുന്നോ അതനുസരിക്കും. ഇല്ലെങ്കിൽ ആഷീര അന്നം മുട്ടും. ആഷിക്ക് ടൂറ് പോകാൻ പറ്റൂല. ഇതിന് വേണ്ടിയാണ് ആഷി ജാസിയുടെ പിറക്കെ ഇങ്ങനെ ഡ്രസ്സുകളുമായിട്ട് ഇട്ടും കൊണ്ട് ഇല്ല വയലിൽ പാടത്ത് എന്തേരുന്ന കോലം കുത്തി വെച്ച കണക്ക് ഇങ്ങനെ ആഷി പിറകെ നടക്കുന്നത്. പ്രശ്നമുള്ളൂ, ആഷിനോട് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ ഒരിക്കലും ആഷിനെ പിടിച്ചില്ല. ഞങ്ങൾ സ്നേഹം കൊണ്ട് എൻ്റെ അടുത്തേ പ്രശ്നമുള്ളൂ, ആഷിയുടെ അടുത്ത് പ്രശ്നമില്ല. ആഷിയെ ഒന്നും മിണ്ടാനോ അവരുമായിട്ട് സഹകരിക്കാനോ യവൻ സമ്മതിക്കൂല. പോവുമെങ്കിൽ അന്നേരം കുറ്റിക്ക് പൊട്ടിക്കും, നല്ലതുപോലെ അടിക്കും, ഒരുപാട് ഉപദ്രവിക്കും ആഷിയ. അത് പേടിച്ചിട്ടാണ് ആഷി അവിടെ കിടക്കണത്. അതുമല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാർ വിടയൊന്നുമില്ല, പിടിച്ചു വെക്കും. രണ്ടുപേരും പരസ്പരം സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. എന്താ ഞാൻ ആഷിനെ പിടിച്ചു വെച്ചിട്ടോ പോകാൻ സമ്മതിക്കാണ്ടോ അല്ല. ആഷിക്ക് ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ആ പാവപ്പെട്ടവൻ ഇപ്പം മുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അത്ര പേടിച്ചിട്ടാണ് നടക്കണത്. ജാസി ഒന്ന് വിരട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ ആഷി മുള്ളും. ആ കണക്കിനാണ് നടക്കുന്നത്. പാവം, കഷ്ടം തന്നെ ഇതൊക്കെ കാണാൻ. ജാസി ആഷിയെ പൊന്നുപോലെയാണ് നോക്കണേന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പം നമുക്ക് കാണാം. ഇതാ കണ്ടോ. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാന്നാണ് പറയുന്നത്. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞു ഒരുപാട് അടിച്ച് ആഷിയെ ഒരുപാട് അടിക്കുമായിരുന്നു. മുഖമൊക്കെ ഒരു വികൃത കോലമായിട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ടായിട്ടാണ് കരുതിയത്. അവൻ അതിലങ്ങ് കയറി അള്ളിപ്പിടിച്ച്. പക്ഷേ ആഷിക്ക് അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ടെന്നുള്ള രീതിക്കാണ് ആഷി കരുതിയിരുന്നത്. പക്ഷേ ജാസി അങ്ങനെയല്ല. എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ടോ ഗൈസ് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ്. ജാസിയുടെ ചാനൽ വളർത്താൻ വേണ്ടിയാണ് ജാസി ആഷിയെ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. ആഷിയെ വെച്ചുകൊണ്ട് ജാസിക്ക് വൈറലാവണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ജാസിക്കുള്ളൂ. ആഷിയില്ലേ ജാസിക്ക് റീച്ചുമില്ല. അങ്ങനെ ഒരുപാട് അടിയിടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പല ദിവസവും ആഷി പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചു. റൂമിനകത്ത് പൂട്ടിയിട്ടാണ് ഉപദ്രവിക്കുന്നത്. മുഖത്തും ഒക്കെ നല്ല പാടുകളുണ്ട്. അവന് ജാസിയ വേറൊരു രീതിക്ക് കാണാൻ പറ്റൂല. ഒരു പുരുഷനല്ലേ, അപ്പോൾ പുരുഷനാവുമ്പോൾ ആ ഒരു രീതിക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് ആഷി അങ്ങനെയുള്ള വാക്കുകൾ സങ്കടത്തോടെ വന്ന് പറയുന്നത്. ആഷിയുടെ ഉമ്മ, അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും പിന്നെ ഉമ്മാരുടെ അടുത്ത് പോവാൻ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല, ആഷിക്ക് എപ്പോഴും വേണോ പോവാം, ഉമ്മയെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. എങ്കിന്നാ കേട്ട് നോക്കണം. അവർ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് അവരാ കണ്ണുനീര് ഇപ്പോഴും സങ്കടത്തോടു കൂടി അവർ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ആഷിയുടെ കാര്യം ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി വെക്കാതിരിക്കട്ടെ എന്നാണ് ആ ഉമ്മ പറയണത്. പല ഇതിലുമൊക്കെ ആ ഉമ്മ മുമ്പ് ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴൊക്കെ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ ആ ഉമ്മ
പൊട്ടിക്കരഞ്ഞ് ഈ മകൻ്റെ കാര്യം ഓർമ്മിച്ച്. എൻ്റെ മകൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, യവൻ വശത്താക്കി എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറയും അവർ ജീവിക്കട്ടെ. ആ ഉമ്മാരെ വേദനയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ മകന് അങ്ങനെയെന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നു. ആ മകന് സ്ത്രീകളോടായിരുന്നു താല്പര്യം. അതിൽ നിന്നൊക്കെ ജാസി തട്ടി മാറ്റിയാണ് ആ ഉമ്മായിൽ നിന്നും അടർത്തെടുത്തോണ്ട് പോകുന്ന രീതിക്ക് ജാസി കൊണ്ടുപോയത്. എന്നിട്ട് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് ഇപ്പോൾ അത് അടിമയാക്കി ആഷിയെ ജാസി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് പ്രതികരിച്ച് പോണത്. കണ്ണീര് തന്നെ ഉമ്മമാരുണ്ടാകട്ടെ അവനെ കെട്ടാൻ വരാൻ പറയണതേ. ഞാൻ കണ്ണീര് കുടിക്കണില്ലേ, അതേപോലെ ഇനിയുള്ള ഉമ്മമാര് കണ്ണീര് കുടിക്കട്ടായിട്ടാണ് ട്രാൻസ്ജെൻഡർമാരുടെ കെട്ടാനെ മുന്നോട്ട് വരികയും പറയണത്. ഞാൻ കണ്ണീര് കുടിച്ചിട്ടിരിക്കണ്ടല്ലോ, ഇനി അതുപോലെ എല്ലാവരും കണ്ണീര് കുടിക്കട്ടെ. അതൊക്കെ പിന്നാലെ നടത്തുന്ന നാറികളുണ്ടല്ലോ, ആ നാറികളെ വേണം പറയാൻ. എന്റെ വർത്താനം ഞാൻ പറയുന്ന മറുപടി നീ പറഞ്ഞു മോനെ. അതുകൊണ്ടില്ല, കുഴപ്പമില്ല മോനെ, സുഖമാണ്. ഞങ്ങളൊക്കെ ഒഴിവാക്കി മോനെ. അങ്ങനത്തെ ഒരു മോനെ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാത്തിനും പോയി ഇല്ല. ഞങ്ങൾ അങ്ങനത്തേനും ഒഴിവാക്കി. ആ കുടുംബത്തോടെ വർത്താനല്ല. അതിനെ അവന്റെ മകനും വിളിക്കുന്നില്ലല്ലോ എനിക്ക്. അത് അവരോട് മാനക്കളുണ്ടാവോ? ഇവരിങ്ങനെ കുറെ ടൂർ പോകണം, കുറെ തിന്നണം, എന്താ പറയാ. ശരിയാണ് ആ ഉമ്മ പറയണത്. ആ മകൻ ആഷി വിളിക്കൊന്നുമില്ല. അവന് ടൂറ് പോകണം, യവൻ്റെ കൂടെ കിടന്ന് ജാസിയുടെ കൂടെ കിടന്ന് തുള്ളണം, പല ഡ്രസ്സുകളും ഇട്ടും കൊണ്ട് പിന്നെ ഇല്ല കോലം കുത്തും കണക്ക് ഇങ്ങനെ പിറക്കെ നടക്കണം. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നില്ലെങ്കിൽ മറ്റേ പുള്ളിക്കാരനെ എടുത്തിട്ട് അടിക്കും. അതുകൊണ്ടാണ് അവൻ പേടിച്ചിട്ട് നടക്കുകയാണ് പിറകെ. പക്ഷേ സംഭവം ആളൊരു പാവമാണ്. ആ പാവം ആയതുകൊണ്ട്, ആഷി പാവം ആയതുകൊണ്ട് ആ പാവത്തിനെ വെച്ച് ജാസി മുതലെടുത്തു. എന്നിട്ടാണ് ആളുകൾ പറയുന്നത് അവർ ജീവിക്കട്ടെ. അവരെ വീട്ടുകാരെ അവസ്ഥയും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാലത്തും അവരെ വീട്ടുകാർക്ക് ഇത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റൂല. ഈ പറയുന്ന നിങ്ങളെയൊക്കെ വീട്ടിലാണെങ്കിൽ ഇത് അംഗീകരിച്ച് കൊടുക്കുമോ? പക്ഷെ ഇങ്ങനെ ഉള്ളവർ മാത്രമേ ഇതിലുള്ളവർ മാത്രമേ വന്ന് ഇത് കണക്ക് ഓരോരുത്തരെയും വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുള്ളൂ. ജാസീരെയൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും വന്ന് കമൻ്റ് ഇടും, അവർ ജീവിക്കട്ടെ. പക്ഷെ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ കണ്ടത് ഇവങ്ങ് കൈക്കലാക്കി പുള്ളിക്കാരനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണാം. ഫോൺ ചെയ്തിട്ട് അത്രയോ വിളിക്കലില്ലോ ഒന്നുമില്ലോ. എനിക്ക് ഉമ്മാനെ മറന്നു, അവരൊരു വാക്കിലും അവരല്ലേ പറയില്ല. എൻ്റെ മറ്റത്ത് പോയി അങ്ങനെ ഒന്നും പറയില്ലല്ലോ. എന്നിട്ടാണ് ജാസി പറഞ്ഞത് ആ ഉമ്മായ വിളിക്കൂന്നാണ് പറഞ്ഞത്. ആ ഉമ്മ പറയുന്നുണ്ട് അവൻ വിളിക്കേ ഇല്ലെന്ന്. അവന് അങ്ങനെയുള്ള ഒരു ചിന്തയേ ഇല്ല. ഇവരെ മനസ്സിൽ നിന്നും അവനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ മറന്നു, അങ്ങനത്തെ ഉമ്മയില്ല, അവനെ ഞാൻ പ്രസവിച്ചിട്ടല്ല. അങ്ങനെ അവൻ ചിന്തിക്കുന്നത് വിളിച്ചാലല്ലേ വലിയ നിനക്ക് ഒരു പരിഹാരം ഉണ്ടാവും. ഇപ്പത്തൊന്നും കണക്കാക്കണ്ട, നിനക്ക് എപ്പോഴായാലും ഒരു പ്രതിഫലം കിട്ടും. അവൻ വല്ല കർമ്മ അതുപോലെ ഒരു കർമ്മം ഉണ്ടാവുമായിരിക്കും. അവര് മനസ്സുരുകിയായിരിക്കും അവര് പറയണത്. അവർക്കിങ്ങനെ ഒരു മകനില്ലെന്നും കർമ്മ തിരിച്ചടിക്കും. എപ്പോഴും കർമ്മ എന്നും പറഞ്ഞ് ജാസി പറഞ്ഞുകൊണ്ട് നടക്കൂല ആഷിയുടെ മുന്നിൽ വെച്ചിട്ട്. അതുപോലെ ആ കർമ്മ തിരിച്ചടിക്കും. അതായിട്ടാണ് ആ ഉമ്മ പറയണത്. അവർക്ക് അത്ര വേദനയോടുകൂടിയാണ് അവർ ആ വാക്ക് പറയണത്. അവന്റെ വർത്താനം ഒരു കാര്യത്തിനില്ല. റേഷൻ കാർഡിൽ പേരില്ല, ആധാർ എടുത്തിട്ടില്ല, റേഷൻ കാർഡിലില്ല, ഇവിടെ ഒന്നിനും അവന്റെ പേര് ഇവിടെ ഇല്ല. എനിക്ക് എനിക്ക് 2 മക്കളോട് എനിക്ക് എനിക്ക് 2 ഞാൻ അങ്ങനെ കാണുള്ളൂ. അവൻ എനിക്കിനി കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനൊക്കെ അതിലൊക്കെ തരണം ചെയ്ത് പോവുകയാണ്. പോലെ അതിന്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയാണ്. അതൊരവസ്ഥ ഒരു അടിയന്മാർക്കും പഠിച്ചും കൊടുക്കരുത്, ഒരു അനിക്കും ബുദ്ധിമാർക്കും. ഇതൊക്കെയാണ് ആ ഉമ്മാരെ വാക്കുകൾ. അവരത്രയ്ക്ക് നെഞ്ചു പൊട്ടിയാണ് അവർ ആ വാക്കുകൾ പറയുന്നത്. ജാസി പറയുന്നുണ്ടല്ലോ, ജാസിയുടെ ഉമ്മായെ കാണാൻ പോകുന്നുണ്ട്. ഉമ്മ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയോ വെച്ച് ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഒക്കെ അതിൻ്റെ തരാതരം പോലെ വെച്ച് തരുന്നുണ്ട്. ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കത്തക്ക രീതിക്ക് തരുന്നുണ്ട്. മീനായിരുന്നാലും ഇറച്ചിയായിരുന്നാലും എല്ലാ സാധനങ്ങളും തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാസി അവിടെ പോകുന്നുണ്ടല്ലോ. ജാസി പോകുന്നുമുണ്ട്. അവിടെ ചെന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ജാസിയുടെ വീട്ടിൽ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം മറ്റവൻ എന്ത് വിഷമമായിരിക്കും.
ഇനി കാറിൽ ആദ്യമായിട്ട് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലാണ്, അതായത് ജാസിയുടെ വീട്ടിലാണ് പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്നും കൊണ്ട് മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട് ആഷിയും കൊണ്ട് പോകുമെന്ന്. ആഷിക്ക് പിന്നെ ആഷിയുടെ ഉമ്മായ എല്ലാവരും തഴഞ്ഞ് കളഞ്ഞിട്ടിരിക്കുകയല്ലേ, ഇതിനൊക്കെ ജാസി സമാധാനം പറയേണ്ടി വരും. പുട്ടി നല്ലതുപോലെ മേക്കപ്പൊക്കെ ചെയ്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ രീതിക്കാണ് മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഡൽഹിയിലെ പ്രതിഷേധം അതിനെപ്പറ്റിയാണ് പുള്ളിക്കാരി വന്നതെന്ന് പറയുന്നത്. ജാൻമണി പോയെന്നും ജാൻമണിക്ക് എന്തായാലും ധൈര്യമുണ്ട്, ജാൻമണി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും, വളരെ സന്തോഷമുണ്ട്, പാവം പോയി നിന്ന്. അതെ ജാസിയെ കണക്കൊന്നുമല്ല. ജാസി തിരുവനന്തപുരത്ത് പ്രതിഷേധത്തിന് വന്നിട്ട് മൊത്തത്തിൽ മീഡിയയുടെ മുന്നിലല്ലേ നടന്ന് പ്രസംഗിച്ചിട്ട് വന്നത്. ഒരു കാര്യത്തിലെങ്കിലും പങ്കെടുത്ത അവരെ കമ്മ്യൂണിറ്റിയിലുള്ളവർ മൊത്തത്തിൽ പോയി നിന്ന് ആ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൽ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ജാസി ചെന്ന് നിന്നിട്ട് മൊത്തം മീഡിയക്കാരുടെ അടുത്ത് ചെന്ന് നിന്ന് അതാണ് ഇതാണ് എൻ്റെ അടുത്ത് അവർ മിണ്ടൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് മീഡിയയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, മീഡിയക്കാർ പകർത്താൻ വേണ്ടിയിട്ട് ജാസി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരി മൊത്തത്തിൽ മേക്കപ്പാണ്, ഇതാ കഴുത്തിൽ കൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് മേക്കപ്പ്. പ്രൗഡ് എനിക്ക് ജാൻമണി പോയാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ജാൻമണി പോയാൽ എനിക്ക് ഭയങ്കര പ്രൗഡ്. ലൈക്ക് എൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണല്ലോ, അപ്പോൾ അവൾ അതിൽ പോയി ആ പ്രൊട്ടക്ഷനിൽ പോയി അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എക്സ്പെഷ്യലി ദിയ മമ്മി, അതേപോലെ രഞ്ജിനി ചേച്ചി, അതേപോലെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ റേന, ഒരുപാട് പേര് പോയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ജാൻമണിയുടെ കാര്യം നല്ലതാക്കി പറയുന്നുണ്ട്. ജാൻമണി നല്ലത് തന്നെയാണ്. ജാൻമണി അവിടെ ആ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ പോയി നിൽക്കുന്നത് കണ്ടതാണ്. ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. പുട്ടി തേച്ചിരിക്കുകയാണെന്ന്, മുഖത്ത് മൊത്തത്തിൽ മേക്കപ്പ്, എവിടെ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്നു, ഫൗണ്ടേഷൻ ഒലിച്ചിറങ്ങുന്നു, ആവശ്യത്തിന് ഇട്ടാൽ പോരെയെന്നു, മൊത്തത്തിലെ പെയിൻ്റ് ഇളവി കുമ്മായ ഇളവി വരും കണക്ക് ഇങ്ങനെ മുഖത്തൂടെ ഒലിച്ച് കഴുത്തിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ട്. ജാസിയുടെ കയ്യിൽ കിടക്കുന്ന വള എന്ന് പറഞ്ഞാൽ എന്തോ കാപ്പ് കണക്ക് കയ്യിൽ നിറച്ച് കിടക്കുന്നുണ്ട്. ജാസി അണിഞ്ഞിരിക്കുന്ന വളകൾ മധ്യ ആഫ്രിക്കയിലെ ആദിവാസി ഗോത്രം ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വളകളാണ്. ജാസിക്കും ഇനി മന്ത്രവാദം ഉണ്ടോന്ന്, ജാസി എവിടെയാണ് ഈ വളകൾ കൊണ്ടുവന്നത്? മന്ത്രവാദത്തിനൊക്കെ പോയിട്ടാണോ ആശിയ കൈക്കലാക്കിയിട്ടിരിക്കുന്നത്? എന്തോ അറിയാൻ വയ്യ. വേഷമൊക്കെ നല്ലതാണ്, സൂപ്പറാണ്, ഡ്രസ്സായിരുന്നാലും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അവരെ ആഷിയുടെ ഉമ്മായുമായിട്ട് സഹകരിക്കാൻ ആഷിയെ സമ്മതിക്കൂല, നല്ലതുപോലെ ഉപദ്രവിക്കും. ഞാൻ പറയണത് ജാസിക്ക് എന്ത് കിട്ടും? ആഷിയെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? ജാസിയാണെങ്കിൽ ഇത്രത്തോളം ആയിട്ടും ജാസിയുടെ വീട്ടുകാരുമായിട്ട് സഹകരിക്കുന്നെന്ന് പറയുന്ന കേട്ടു. അവിടെ പോകുന്നുണ്ട്, ഉമ്മായുമായിട്ട് സഹകരിക്കുന്നെന്ന് പറയുന്നു. ഉമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആഹാരങ്ങളെല്ലാം ഉമ്മ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരങ്ങളെല്ലാം പോയി അവിടെ നിന്നെടുത്ത് കഴിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. 1-2 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഇനി ആഷിയേയും കൊണ്ട് ഞാൻ ഇനി ഫസ്റ്റ് കാറിൽ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, ഞാൻ ആഷിയും കൊണ്ടാണ് പോണത്, ആഷി എൻ്റെ കൂടെ വരും. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ആഷിക്ക് എന്തായാലും വിഷമം വരും. ജാസി വിടാത്തത് കൊണ്ടാണ് ആഷി ഇങ്ങനെ കിടക്കണത്. ജാസി വിടൂല, ജാസി നല്ലതുപോലെ ഉപദ്രവിക്കും. പിന്നെ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആഷിയും കയ്യിൽ ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ട് നടക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. എന്നാൽ ഒരുപാട് പേര് ജാസി ഇഷ്ടപ്പെടുന്നുണ്ട്. ജാസി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് ആർക്കും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തത്. അമ്മക്ക് ഭയങ്കര വേദനയുണ്ട്. ആ മകനെ ഒന്ന് കാണാനോ ആ അമ്മമാരുടെ അടുത്ത് അവർക്ക് ആഗ്രഹം കാണും. അവർ മരിക്കുന്ന മുമ്പ് അവർക്ക് ആ മകനുമൊത്ത് ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്ന് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാണൂലേ. പക്ഷേ ജാസി വിടൂല. ജാസി ആഷിയെ തടങ്കലിൽ ഇട്ടേക്കുന്നത് പോലെയാണ് ഇട്ടേക്കുന്നത്. എളിയിൽ കെട്ടിയിട്ടുകൊണ്ട് നടക്കും കണക്കാണ് ജാസി പോണത്. അവിടെ ചെന്നിട്ട് പറയും ആഷി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത്ര ലക്ഷത്തിൻ്റെയാണെന്നൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും കാറെടുത്ത് മിക്കവാറും ഈ കാറും കൊണ്ട് ആഷി മുങ്ങും. ആഷിയുടെ ഉമ്മാരടുത്തേക്ക് പോവുമായിരിക്കും. ജാസി ഇതൊന്നും അറിയില്ല. ആഷി മുങ്ങിക്കോ, കാറുമായിട്ട് മുങ്ങിക്കോ, ഇതൊരവസരമാക്കി എടുത്തോളണം.